ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ 10 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ അവർക്കുണ്ടായിരുന്നൊരു പ്രതീക്ഷ അറ്റുപോയ ദിവസമാണ് ഇന്ന്. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJP നേതാക്കന്മാർ പ്രഖ്യാപിച്ചിരുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 45 ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തിൻ്റെ വികസന പ്രക്രിയയ്ക്ക് ഒരു വലിയ സംഭാവന നൽകും, അങ്ങനൊരു വലിയ വമ്പൻ പ്രഖ്യാപനമുണ്ടാകും എന്ന് ജനങ്ങളോട് അന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് BJPക്കാർ എല്ലാ സ്ഥലത്തും ബോർഡുകൾ വെച്ചു, 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തും, തിരുവനന്തപുരത്തെ ഉടലോടെ തന്നെ സ്വർഗത്തേക്ക് എടുക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അവർ ബോർഡുകളും വെച്ചു. സ്വാഭാവികമായി നമ്മുടെ നാട്ടിലെ ആളുകൾ BJPയുടെ ഭരണം വരട്ടെ, അല്ലെങ്കിൽ അത് വന്നാൽ സ്വാഭാവികമായി തിരുവനന്തപുരത്തിൻ്റെ ഗതിക്ക് മാറ്റം വരും, ഇന്നുള്ള വികസനത്തിന് പുറമേ കുറച്ചുകൂടി വികസനം വരട്ടെ എന്നൊക്കെ ഒരു പക്ഷേ ചില ആളുകളെങ്കിലും ധരിച്ചു കാണാം. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇവർക്ക് ഭൂരിപക്ഷം ലഭ്യമായി. കേവല ഭൂരിപക്ഷമാണ്. കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റിൻ്റെ കുറവുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അവർക്ക് ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ ഭൂരിപക്ഷം ഉണ്ടായി. പിന്നെ ഒരു സ്വതന്ത്രനെ കൂടി എടുത്തു, അവർ ഭരണത്തിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തി. എല്ലാ ജനങ്ങളും തിരുവനന്തപുരത്ത് BJPക്ക് വോട്ട് ചെയ്ത ആളുകളും BJPക്ക് വോട്ട് ചെയ്യാത്ത ആളുകളും എല്ലാവരും ധരിച്ചു ഒരു വലിയ ബ്ലൂ പ്രിൻ്റ് വരികയാണ്, വമ്പൻ പ്രഖ്യാപനം വരികയാണ്. തിരുവനന്തപുരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വികസന പ്രഖ്യാപനങ്ങൾ ഇന്ന് ശ്രീ നരേന്ദ്രമോദി നടത്തും എന്നെല്ലാം ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഇവർ കൊടുത്തതാണ് ഈ ആഗ്രഹം. ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ തിരുവനന്തപുരത്ത് നടത്തും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ കണ്ടു, ഇവിടെ അമൃത് ഭാരതുമായി ബന്ധപ്പെട്ട് ചില ട്രെയിനുകൾ, അത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ചില ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് അത് അദ്ദേഹത്തിന് ഡൽഹിയിലിരുന്ന് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന, തിരുവനന്തപുരത്ത് BJPക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ പറ്റിക്കുന്ന ഒരു രീതിയാണ് ഇന്നുണ്ടായത്. കേവലം ഒരു രാഷ്ട്രീയ പ്രസംഗം. ഇപ്പോൾ കേരളത്തിൽ വന്ന് കേരളത്തിൽ ഭരണം നടത്തുന്ന LDFനെ, പിന്നെ ഒരു ചെറിയ പരിധിവരെ UDFനെ ഒന്ന് രാഷ്ട്രീയമായിട്ട് എതിരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം, ഒരു വേണമെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രസംഗം നടത്തി എന്നുള്ളത് ഒഴിച്ചാൽ ഈ കേരളത്തിലെ ആളുകളെ തീർത്തും വഞ്ചിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ജനതയെ ശ്രീ നരേന്ദ്രമോദി തീർത്തും അവഹേളിച്ചിരിക്കുകയാണ്. യാതൊരു പ്രഖ്യാപനങ്ങളുമില്ലാതെ ഇവർ പറഞ്ഞത് ഇവർ തന്നെ വിഴുങ്ങുന്ന സാഹചര്യം വന്നു.